താജുൽ ഉലമ അന്ന് അവിടെ ഇരിക്കുന്നവരോട് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണത്രേ: നിങ്ങൾ ആകപ്പാടെ നമ്മളെ ചെയ്യല് ഇനി വല്ല ഗുണ്ടകളെ അയച്ചിട്ട് കൊല്ലലല്ലേ, അന്ന് മുതലാടോ ജീവിതം തുടങ്ങല്, മരിച്ചത് മുതലാണ് നമ്മളെ ജീവിതം ശരിക്കും തുടങ്ങണത്. ആ വർത്താനാണ് എൻ്റെ യാത്രയിൽ ഏറ്റവും വലിയ ഇന്ധനമെന്ന് കൻസുൽ മുസ്താദ് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കെന്തിനാ ഇടയ്ക്ക് ഒരു ചാഞ്ചാട്ടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനീ ദഅവത്ത് ആരംഭിച്ചപ്പോൾ നബി കുടുംബത്തിൽ തന്നെ കുറേ ആൾക്കാർ, കാരണവന്മാർ, ഉപ്പയുടെ കാരണവന്മാർ ഒക്കെ, അവരൊക്കെ പല പൂജാരികളും മറ്റൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മൊത്തത്തിൽ നമ്മളിൽ നിന്നൊക്കെ മാറി നിന്ന് നടക്കുന്നുണ്ടല്ലോ എന്നൊരാക്ഷേപം വന്നിട്ടില്ലേ? തങ്ങളെന്ത് ഇതൊക്കെ അവസാനിപ്പിച്ച് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ പിന്നെ അവരുടെ വല്ല പരിപാടിക്കും പീപ്പിളി വാങ്ങാനോ പൊരി വാങ്ങാനോ പോയിട്ടുണ്ടോ? എത്തി നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. മുഹമ്മദുൻ ഖായിമുൻ ലില്ലാഹി ദൂ ഹിമമി, ഹിമ്മത്തോടുകൂടി നിന്നിട്ടുണ്ട് തങ്ങൾ. 25-ാം വയസ്സിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു പെണ്ണുമായിട്ട് മിസ് കോളോ വാട്സപ്പോ ഇൻസ്റ്റയോ ഹായ് മെസ്സേജോ ചിത്രത്തിലില്ല. ഏറ്റവും സൗന്ദര്യമുള്ള നേതാവിൻ്റെ ചുറ്റുവട്ടത്ത് എത്ര സുന്ദരികൾ ഉണ്ടാകും? എന്നിട്ട് ഏതെങ്കിലും ഒന്നിൽ വീണിനോ? ഇല്ല. 63 കൊല്ലത്തെ ജീവിതം, ഈ ദുന്യവ്യായ ജീവിതം അവസാനിപ്പിച്ചു പോകുമ്പോൾ എത്ര കാലമായി ഓറിയന്റലിസ്റ്റുകാർ ലെൻസ് ഇട്ടിട്ട് പരുതുന്നത്? ഭാര്യനെ ചവിട്ടിയത്, കുത്തിയത്, നുള്ളിയത്, വീട്ടിൽ നിന്നുള്ള പീഡനം, ഗാർഹിക പീഡനം, എന്തെങ്കിലും ഒരു കമന്റ് വർത്താനുണ്ടോ? എത്ര കാലമായി ഓറിയന്റലിസ്റ്റുകാർ പരുതുന്നത്? കിട്ടിയോ? കിട്ടൂലല്ലോ. ഇല്ലല്ലോ. ഷേഖ് അബീ ത്വാലിബില് 3 കൊല്ലം അല്ലേ? 3 വർഷം പച്ചില തിന്നിട്ട് സ്വഹാബത്തും തങ്ങളും ജീവിച്ചത്. പച്ച ഇല ആട് കാഷ്ടിക്കണ പോലെ കാഷ്ടിച്ചു എന്നാ സ്വഹാബത്തിന്റെ ചിത്രത്തിന്റെ ബാക്കി ഭാഗം. ആട് കാഷ്ടിക്കണ അത്രയും തിന്നാനില്ലാത്തതുകൊണ്ട്. എന്നിട്ട് ആ 3 കൊല്ലം അങ്ങനെ തളർന്നുകൊണ്ട് ഈ പ്രസ്ഥാനമൊക്കെ നിർത്തിവെക്കലായി എന്ന് വിചാരിച്ചോ? ഇല്ല. നിവർന്നിട്ട് തന്നെയാണ് തങ്ങൾ നടന്നത്. ബദർ, അപ്പുറത്തെ പക്ഷത്ത് ഒട്ടകങ്ങൾ ഇങ്ങനെ ഇറച്ചി ഇങ്ങനെ വിതരണം ചെയ്ത് കള്ളാറിൽ തത്തിക്കുളിച്ച് അർദ്ധനഗ്നയായ സ്ത്രീകളുടെ നൃത്തം കണ്ട് അതിൽ ആസ്വദിച്ചിട്ട് വരുന്ന ഒരു സൈന്യം, ഇപ്പുറത്തൊരു കാരക്ക കിട്ടിയാൽ ഒന്ന് ഭേദം എന്ന് വിചാരിക്കുന്ന സൈന്യം, പാവങ്ങൾ. എന്നിട്ട് തങ്ങൾ തളർന്നു? ഇല്ലല്ലോ. ഉഹദ് 70 ഇഷ്ടക്കാരാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഹംസ റളിയല്ലാഹുവിനെ ചാട്ടൂളി എറിഞ്ഞിട്ടാണ് കൊന്നേക്കുന്നത്. ഹംസ റളിയല്ലാഹു പെടഞ്ഞു വീണപ്പോൾ ശത്രുക്കൾ ഓടിപ്പോയിട്ട് കയ്യും കാലും ചവിട്ടി, അത്ര പെടയാൻ പോലും വിട്ടിട്ടില്ല. വലിയ ഈർച്ചവാളെടുത്തിട്ട് കഴുത്തിറക്കുകയും ആ കഴുത്ത് മുതൽ പൊക്കിള് വരെ വലിച്ച് കീറും ചെയ്തില്ലേ? 2 കൈ ഇട്ടിട്ട് വലിച്ച് കീറിയില്ലേ? എന്നിട്ട് കൈയിട്ടിട്ടല്ലേ കരൾ ചവച്ച് തുപ്പിയത്? കരഞ്ഞു പോയിട്ടുണ്ട് കുറെ. യാ ഹംസ, യാ അമ്മൽ മുസ്തഫ, എൻ്റെ ഇളയപ്പാൻ തന്നെയാ വിളിക്കണത്. യാ കാശിഫൽ കുർബാത്ത്, എനിക്ക് സർവ്വ പ്രശ്നവും വന്നാൽ പരിഹരിച്ചിരുന്ന ആളല്ലേ എന്ന് വിതുമ്പിപ്പോയിട്ടുണ്ട്. എന്നിട്ടും നിവർന്നിട്ടും നെഞ്ചൂക്കോടും തന്നെയാണ് തങ്ങൾ നിന്നത്. തളർന്നിട്ടൊന്നുമില്ല. ഇല്ല. അങ്ങനെ ഹിജാബ് ആരെങ്കിലും കളിയാക്കുമ്പോഴേക്ക് അഴിച്ചു വെക്കേണ്ട തുണിക്കഷ്ണത്തിന്റെ പേരല്ലല്ലോ മോളെ. അല്ലല്ലോ. നമ്മൾ നെഞ്ചൂക്കോടെ തന്നെ നിൽക്കണം. നമ്മൾ പഠിച്ച ദീൻ അതാര് എങ്ങനെ എതിർത്താലും നമ്മൾ നെഞ്ചൂക്കോടെ നിൽക്കണം. ഏതലീക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരൊക്കെ ഉണ്ടാവും. അതിനെന്തിനാ നമ്മൾ കേൾക്കണത്? ഇന്നൽ മുഹിബ്ബ അനിൽ ഉദ്ദാലി ഫീ സമമി, മഹബത്ത് ഹൃദയത്തുണ്ടെങ്കിൽ മഹബത്തിന്റെ അതേ കമ്പനിയുടെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടാവും, അത് ചെവിക്കുറ്റിയിൽ വെച്ചാൽ മതി എന്നാ വെറുതെ പറയണത്. ഇന്നൽ മുഹിബ്ബ അനിൽ ഉദ്ദാലി ഫീ സമമി. അവനെ കേൾക്കൂലല്ലോ. ഹന്തക്കില് തങ്ങളെ ഒന്നും തിന്നാനില്ലാത്തോണ്ട് ഇതാ കല്ല് കെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ 2 കല്ല് കെട്ടിയിട്ട് അമർത്തി വെച്ച് വയർന്നു. എന്നിട്ടും തങ്ങൾ ഇരുന്നിട്ടില്ല, നിൽക്കുക തന്നെ ചെയ്തു. ഞാൻ ഇരുന്ന് പ്രസംഗിച്ചാൽ എന്ന് സുൽത്താനുൽ ഉലമ പലപ്പോഴും ചിന്തിക്കുന്നത് അനുയായികളുടെ ഒരു ശക്തിക്ക് കൂടിയാണ്. ഞാൻ ഇരിക്കേണ്ട ആളല്ല, ഞാൻ നിൽക്കണം. അതാണ് കണ്ടോ, നിന്നു. ഹന്തക്കിലും നിന്നു. അതിൻ്റെ ഇടയിൽ ജാബിർ റളിയല്ലാഹു വന്നിട്ട് പറഞ്ഞ്, ആരോടും പറയണ്ട, ഒരു 2-3 ആൾക്ക് കുറച്ചൊരു ഫുഡാക്കിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ആ നേതാവ് സ്റ്റേജിന്റെ വേക്ക് പോയിട്ട് ഷവർമ വന്നിട്ട് ടിഷ്യൂ കൊണ്ട് തോർത്തിയിട്ട് കുശല്ലി ഇരുന്നിട്ടില്ല. സഹാബത്തിനോട്, വരി മക്കളെ, അനുയായികളിൽ മറക്കൂല. ലീഡർ മുഹമ്മദുൻ ഖായിമുൻ ലില്ലാഹി ദൂ ഹിമമി, ഹിമ്മത്തോടെ നെഞ്ചൂക്കോടെ നിന്നാളുടെ പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിന്നെ നമ്മൾ തളരരുത്. നമ്മൾ തീച്ചൂളയിൽ മുളച്ചവരാണ്. ഇതിനേക്കാൾ പ്രതിസന്ധികളെ അതിജയിച്ചിട്ടാണ് നമ്മുടെ ഉലമാ ഈ നാടുകാണിയെ പച്ച പിടിപ്പിച്ചത്. അപ്പോൾ പിന്നെ അനുയായികൾ തളർന്നാലോ? ഹുസൈന് സൈക്കോ? തളരരുത്. മദീനയിൽ ഭയങ്കര സുഖം എന്നാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുക. മദീന യഥാർത്ഥത്തിൽ ജൂതന്മാര് കുറേയേറെ ഉണ്ടായിരുന്ന ഒരു നാടാണ്.
പൊതുവിൽ ഖുറൈശിയാക്കൾക്ക് വിവരങ്ങൾ കുറവാണ്, അവർ ഉമ്മിയാണ്, അവർ വിവരങ്ങളില്ലാത്തവരാണ്, ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അവർ തങ്ങളെ കാത്തിരുന്നത്. ചോദ്യങ്ങൾ വരും എന്നതുകൊണ്ട് പ്രഭാഷകൻ മുങ്ങിയിട്ടില്ല. ചോദ്യത്തെ നെഞ്ചുകൂടെ തന്നെ നേരിടാൻ തന്നെയാണ് മദീനയിൽ ത്വലാൽ ബദറുമായിട്ട് സ്വീകരണം ഏറ്റുവാങ്ങിയത്. ചോദ്യം ചോദിച്ചേ എമ്മാതിരി ചോദ്യങ്ങളാ. ചോദ്യം തന്നെ ഇതുവരെ ആരും കേൾക്കാത്ത ചോദ്യങ്ങൾ. ഉത്തരമല്ല, ചോദ്യം തന്നെ ആരും കേട്ടിട്ടില്ല. ഇസ്കന്ദർ രാജാവിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് വെച്ചപ്പോൾ അലക്സാണ്ടർ ദി ഗ്രേറ്റിനെ കുറിച്ച് മണിയായി ഉത്തരം പറഞ്ഞു കൊടുത്തില്ലേ നുബുവത്തിന്റെ ചുണ്ടുകൊണ്ട്. ഒരു കുട്ടി ഗർഭാശയത്തിലെത്തിയാൽ ആണാവുന്നത് എങ്ങനെ പെണ്ണാവുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് മുട്ടിയോ ഉത്തരം? ഇല്ലല്ലോ. അപ്പൊ നെഞ്ചൂക്ക് നമുക്കുണ്ടാവും, ഉണ്ടാവും. ആരെങ്കിലും തെറ്റ് ചെയ്ത കൂടെ നിൽക്കാനല്ല നമ്മൾ. അതിനാണ് നമുക്ക് ഹിമ്മത്ത് എന്ന് പറയാ. അല്ല, ആര് തെറ്റ് ചെയ്താലും അതിന് നെഞ്ചൂക്കോടുകൂടി നേരിടാൻ നമുക്ക് കഴിയും. അത് എതിർക്കാൻ ആ നാട്ടിൽ നിന്ന് നമുക്ക് സാധ്യമാവുന്നില്ലെങ്കിൽ ഫഅരിദ്ഹും, നീ അവിടുന്ന് മാറണം. അതാണ് അതിൻ്റെ ഒരു ശരി. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരിക. ദേഷ്യപ്പെടരുത്. ഉസ്താദ് എന്നെ കൊണ്ട് ആവുന്നില്ല, ഈ ഹിമ്മത്തിൻ്റെ ഇത്രയും വർത്തമാനങ്ങൾ കേട്ടിട്ട് ആവുന്നില്ല. ആവണമല്ലോ, ദേഷ്യം പിടിക്കരുത്. അലി റളിയല്ലാഹു അൻഹു ഒരാളെ അടിമച്ചക്കനെ വിളിച്ചു. ഈ ചരിത്രം ലവാമിഉൽ ബയ്യിനാത്ത് ഫീ ശർഹി അസ്മാഇല്ലാഹി വസിഫാത്ത്, ആ കിതാബ് ചിത്താരി ഉസ്താദിൻ്റെ അടുത്തുനിന്ന് നോക്കിയത്. ഉസ്താദ് തന്ന കിതാബായിരുന്നു, ഉസ്താദിൻ്റെ അടുത്ത് തന്നെ തിരിച്ചു കൊടുത്തു. ആ കിതാബിലുണ്ട്, PDF അവൈലബിൾ ആണ്. ആ കിതാബ് ഉസ്താദിൻ്റെ അടുത്ത് കോപ്പി ഉണ്ടായിരുന്നു. ലവാമിഉൽ ബയ്യിനാത്ത് ഫീ ശർഹി അസ്മാഇല്ലാഹി വസിഫാത്ത്. റാസി ഇമാമാണ് മുസന്നിഫ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അടിമച്ചക്കനെ വിളിച്ചു, കേട്ടിട്ടും പോയിട്ടില്ല. രണ്ടാമതും വിളിച്ചു, പോയില്ല. മൂന്നാമതും വിളിച്ചു, ഇല്ല. നാലാമത് വിളിച്ചു, അടുത്ത് കേട്ടു. അപ്പൊ അലി റളിയല്ലാഹു ചോദിച്ചു, ഞാൻ വിളിച്ചത് കേട്ടില്ലായിരുന്നോ? കേട്ടിരുന്നു. പിന്നെ എന്തേ വിളിക്കുത്തരം നൽകാതിരുന്നത്? അത് നിങ്ങൾക്ക് ക്ഷമ ഉണ്ടോ നോക്കിയതാണ്. നമ്മൾ എന്തായിരിക്കും പുറത്തെടുക്കുക? അലി റളിയല്ലാഹു പുറത്തെടുത്തത് അൻത ഹുർറുൻ ലിവജ്ഹില്ലാഹി തആല, ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു മോനെ. ആ ബ്രേക്കിൻ്റെ പേരാണ് മുത്തഖി. അതാവാൻ ആകപ്പാടെ നമ്മളെ കൊണ്ട് നോമ്പെടുപ്പിച്ചിട്ട് ഒന്ന് ഉടച്ച് വാർപ്പിക്കണം. മതി. ഞാൻ എന്ന ചിന്തയിൽ നിന്നാണ് ഈ ദേഷ്യമൊക്കെ വരുന്നത്. എന്നോടെങ്ങനെ പറഞ്ഞാൽ ഈ ചിന്ത ഒന്നും വേണ്ട, തുടച്ചങ്ങോട്ട് വാർക്കണം. മതി. ദേഷ്യം പിടിച്ചിട്ട് നമ്മൾ പറയാൻ വിചാരിച്ച ആദ്യത്തെ വാക്ക് വേണ്ടെന്ന് വെക്കുക. രണ്ടാമത് പറയാൻ വിചാരിച്ച കമൻറ്റും ക്ലോസ് ചെയ്യുക. മൂന്നാമത് പറയാൻ വിചാരിച്ചത് പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ അത്ര കണ്ട് ഊർജ്ജം ഉണ്ടാവില്ല, ശക്തി ഉണ്ടാവില്ല. ഇന്നോവ ക്രിസ്റ്റ എടുത്തു പോകുമ്പോൾ ഓട്ടോ ഡ്രൈവർ റോങ് സൈഡിൽ വന്നു. ഭാര്യയും മക്കളും പിന്നെ അങ്ങോട്ട് തട്ടി തലയൊക്കെ വേദനിച്ച്. ആദ്യം പറയാൻ പോകുന്നത് വേണ്ട, രണ്ടാമത് പറയാൻ പോകുന്നത് വേണ്ട, മൂന്നാമത്തത് ഇക്കൊക്കെ എന്തെങ്കിലും ആയോ? ഒന്നായില്ലല്ലോ, ശരി പോവാം. അത് നമുക്ക് അത്ര കണ്ട് എളുപ്പമൊന്നുമല്ല, പക്ഷെ നമുക്ക് ആവണം. അതിലേക്ക് എത്തിക്കാനാണ് അള്ളാഹു നമ്മളെ നോമ്പെടുപ്പിക്കുന്നത്. ലഅല്ലക്കും തത്തഖൂൻ. മുത്തഖിയാരാണെന്ന് വൽകാദിമീനൽ ഗൈദ് വൽആഫീന അനിൻ നാസ്. അല്ലാതെ ഞാനില്ലാണ്ടായിപ്പോയി ആ മീറ്റിങ്ങിൽ എന്നാ ഒന്ന് വിളിക്കലല്ലേ. ഇതൊക്കെ ഉള്ളിൽ പിശാച് മുട്ടയിട്ടത് ഇങ്ങനെ വിരിയുന്നതിൻ്റെ കുറേ ഉദാഹരണങ്ങളാണ്. അതിനൊന്നും നമ്മൾ നിൽക്കരുത്. രണ്ടാമത്തത് ഇബ്ലീസിന്റെ കവാടം, ഡോർ. അതേതാ? അൽ ഹസദ്, അസൂയ. ഗസാലി ഇമാം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു, അസൂയ നമ്മളിലേക്ക് വന്നാൽ ഖൽബിന്റെ പ്രകാശം അങ്ങ് നഷ്ടപ്പെടും. ഒരാളുടെ ഖൈർ നമ്മൾ കാണൂല, ഖൽബിന്റെ പ്രകാശം കെട്ടുപോകും. പിശാചിന്റെ എല്ലാ ചതിയെയും തിരുത്തണമെങ്കിൽ ആ ലൈറ്റ് നമ്മുടെ ഖൽബിൽ വേണം. ആ ഖൽബിലുള്ള ലൈറ്റ് നഷ്ടപ്പെടും അസൂയ വന്നാൽ. ആരോടും നമുക്ക് അസൂയ പറ്റില്ല, ആരും. അസൂയ എന്ന് പറയുന്ന രോഗം മൂർച്ഛിച്ചാൽ ഈമാനില്ലാതെ മരണത്തിലേക്ക് എത്തുമെന്നാണ് ഇമാമിങ്ങൾ എഴുതി വെക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആർക്ക് എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാ, സന്തോഷം, വളരട്ടെ, സന്തോഷം. എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടെത്തിയിട്ട് എങ്ങനെയെങ്കിലും തളർത്താനല്ല നമ്മൾ നോക്കേണ്ടത്. എന്തിനും നമ്മൾ ഉസ്താദ്മാർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ ഉസ്താദ് നല്ല ഭക്ഷണം, ആരാ പാചകം ചെയ്ത്? വൈഫ് തന്നെ. എന്നാൽ പിന്നെ ഇത് വൈഫിനോട് പോയിട്ട് പറയണം എന്നാണ് ഗസാലിമ പറയണത്. നിനക്ക് ഖൽബിൽ അസൂയ ഇല്ലെങ്കിൽ പോയി പറയണം. അത് പറഞ്ഞാൽ ശരിയാവില്ല ഉസ്താദ്. എന്ന് വെച്ചാൽ പിന്നെ കേൾക്കാൻ കഴിയില്ല, 2-3 ദിവസം നടക്കൂല. പറയണം, പോയിട്ട് പറയണം, ശരിക്കും പറയാ വേണ്ടത്. നമ്മളെ വർത്തമാനം സോഫ്റ്റ്നെസ് ഉണ്ട്, അസൂയ ഇല്ലെങ്കിൽ തന്നെ ഭയങ്കര രസമായിരിക്കും ജീവിക്കുക. ഇനി ഉമ്മമാരോട് നിങ്ങൾ കുറച്ച് ഉറങ്ങിക്കോ, നോമുസായിമി ബാത്തു, നിങ്ങളോടാ പറയുന്നത് കേട്ടോ. ഈ ഭർത്താവിനൊക്കെ ഫോണ് വിളിക്കുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കും, ഒന്നുകൂടി സോഫ്റ്റിൽ സംസാരിക്കണം. എന്ന് പറഞ്ഞാൽ
നിങ്ങൾ ഇന്ന് വരുമോ? എന്തേ? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡാക്കുന്നുണ്ട്, കാത്തിരിക്കേ, വരണേ ഇൻഷാ അല്ലാഹ്. ആ ഭർത്താവിന് എന്നെ വരണമെന്ന് തോന്നും. കറണ്ട് അവൈലബിൾ ടിക്കറ്റ് ഉണ്ടോ നോക്കും മൂപ്പര് കാര്യത്തിൽ. പക്ഷെ ചില ഭാര്യമാർ വിളിക്കലെന്നെ, ഹലോ ഇനി ഇന്ന് വരോ ഇല്ലയോ? എന്താടാ അങ്ങനെ, കാത്തിക്കണോ വേണ്ടിയോന്ന്? ഭർത്താവ് പറഞ്ഞ് ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളാം. ഇതെന്താ ഗുണ്ടയാ ഇങ്ങനെ ചോദിക്കല്? ഇതങ്ങനെ ഭയങ്കര കോമഡി ഒന്നും അല്ലല്ലോ. എന്നിട്ടും നമുക്ക് എന്താ ചിരി വരുന്നത്? ഈ അനുഭവങ്ങൾ പറയുമ്പോൾ ചിരി വരും. ഭയങ്കര കോമഡി ഒന്നും അതിൻ്റെ അക്സഹായത്തിലേക്ക് എത്തിയില്ലല്ലോ, എന്നിട്ടും നമുക്ക് ചിരി വരുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഇന്ന് ഫുഡ് വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ, ഓക്കെ? അങ്ങനെ പറഞ്ഞാൽ ഇയാൾക്ക് തന്നെ തോന്നും വരാം, ഭക്ഷണം കഴിക്കാതെ വരാം. പക്ഷെ ചോദിക്കൽ എങ്ങനെയാ പലപ്പോഴും, ഫുഡ് വേണോ വേണ്ടിയോ? അതെ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കിയാക്കാന്ന് എന്നെ കൊണ്ടാവില്ല, മടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട, വേണ്ടാന്നല്ലേ പറയുമല്ലോ, വേണ്ടാന്നല്ലേ പറയുള്ളൂ. എണീറ്റോളി. അസൂയ പറ്റില്ല, ഒരാളോട് നമുക്ക് അസൂയ പറ്റില്ല. അസൂയ എന്നുള്ളത് നമ്മുടെ കൽബിൽ വരുമ്പോഴാണ് നമ്മുടെ കൽബിന് അന്ധത ബാധിക്കുക, അന്ധത ബാധിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തെ ഡോറ്, വയറ് നിറച്ച് ഫുഡ് കഴിക്കൽ. അത് ഇബ്ലീസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഈ ഡോറെങ്ങാനും ഓക്കെ ആണെങ്കിൽ ഇബ്ലീസിന് ഭയങ്കര ഇഷ്ടമായിരിക്കും ഓവർ ഫുഡ് കഴിക്കൽ, ഓവർ ഫുഡ് കഴിക്കൽ. അവിടെ ഗസാലിമാം നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, വലൗകാന ഹലാലൻ സ്വാഫിയൻ. ഹലാൽ തന്നെയാണെങ്കിലും അത് മൗലിദിൻ്റെ ഭക്ഷണ ഉസ്താദ്. ചില ആൾ ന്യായം പറയാവും, ഉസ്താദിൻ്റെ ബർക്കത്താകുമ്പോൾ അധികം കഴിക്കണോ? ബർക്കത്ത് എല്ലാ കാര്യത്തിലും നമുക്ക് വിശ്വാസം ഇല്ലെങ്കിലും ബർക്കത്തിൽ ഭയങ്കര വിശ്വാസം, ഭയങ്കര വിശ്വാസം. ബർക്കത്തില്ല എന്നൊന്നുമല്ല പറയണത് കേട്ടോ. ഫുഡ് ഓവറായിട്ട് കഴിക്കരുത്. ഓവറായി ഫുഡ് കഴിച്ചാൽ വരുന്ന ദുരന്തങ്ങൾ 5. 1, ആഖിറത്തെക്കുറിച്ചോ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി അയാളുടെ കൽബിൽ നിന്ന് നഷ്ടപ്പെടും. 2, അയാൾ ഏത് വഴല് കേട്ടാലും ഫലം ഉണ്ടാവില്ല. 3, മനുഷ്യരോടുള്ള കരുണ അയാൾക്ക് നഷ്ടപ്പെടും. കാരണം അയാൾ വയറ് നിറച്ച് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് എല്ലാവരും വയറ് നിറച്ച് വിശപ്പടക്കി എന്നാണ് വിചാരിക്കുക, ആരും പട്ടിണിയിലാണെന്ന് വിചാരിക്കൂല, അയാൾക്ക് കരുണ ഉണ്ടാവില്ല. 4, അയാൾ ആരോട് വയല് പറഞ്ഞാലും മനസ്സിൽ തട്ടൂല, ഒരാളോട് വയല് പറഞ്ഞാലും മനസ്സിൽ തട്ടൂല. മൂപ്പരുടെ വയലിന്, ഉപദേശത്തിന്, വോയിസിന്, വർത്തമാനത്തിന് മക്കൾക്കും അനുയായികൾക്കും ഗ്രൂപ്പിലുള്ളവർക്കൊന്നും കേൾക്കാൻ തോന്നൂല, വയറ് നിറച്ച്. 5ാമത്തെ പ്രശ്നം, ഇബാദത്തിന് മടി വരുന്ന ശരീരമായിരിക്കും മൂപ്പരുടെ ശരീരം. പ്രത്യേകിച്ച് റമദാൻ അല്ലാത്ത കാലത്ത് നമ്മൾ കഴിച്ച ഫുഡിനേക്കാൾ എത്രയോ കുറക്കണം റമദാനിൽ. ഷെഹ്റാൻ ഇമാം പറയുന്നുണ്ട്, അത്താഴ സമയത്തും നോമ്പ് തുറൻ്റെ സമയത്തും ഓവറായി ഫുഡ് കഴിക്കുന്ന ആള് ഫകഅന്നഹും ലം യസും റമദാൻ, അയാൾ റമദാനിൽ നോമ്പോക്കാത്തവനെ പോലെയാണ്. ചില ആൾ ഇപ്പോഴുണ്ട് അത്താഴത്തിനൊക്കെ ഭയങ്കര വെറുംചോറ്, സാമ്പാർ, പപ്പടം, മോര്, ഇതെന്താ സദ്യ? ഈ ഭാര്യമാർക്കൊക്കെ എന്താ ഇപ്പൊ റമദാനിൽ പണി? നമ്മൾ പരമാവധി റമദാനിനെ ഒന്ന് ശരിക്ക് ഏതെങ്കിലും മാളിലോ ബീച്ചിലോ പോയിട്ട് ഇഫ്താറാക്കിയാൽ തെറ്റൊന്നുമില്ല. ഇസ്ലാമിലെ റമദാൻ എന്ന് പറഞ്ഞാൽ ജഗപൊക അല്ല, ഒന്ന് ഒതുങ്ങേണ്ട മാസമാണ്. ആഘോഷങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച്, ഇപ്പൊ പാട്ട് കേൾക്കൽ നല്ല പാട്ടാണെങ്കിൽ ആ പാട്ട് കേൾക്കൽ തെറ്റൊന്നുമില്ല. പക്ഷെ റമദാന് പാട്ട് കേൾക്കേണ്ട മാസമല്ല. പാട്ടിന് തെറ്റായിട്ടല്ല, റമദാൻ ആസ്വാദനങ്ങളൊക്കെ പരമാവധി മാറ്റി വെക്കുക. നിങ്ങൾ റമദാൻ്റെ മസലകൾ പറയുന്നിടത്ത് കിതാബിൽ കാണാം, റമദാനിൽ ഗീബത്ത് ഒഴിവാക്കൽ സുന്നത്താണ്. ഗീബത്ത് ഒഴിവാക്കൽ സുന്നത്തോ? ഗീബത്ത് ഒഴിവാക്കൽ നിർബന്ധമല്ലേ? അതെ, അതങ്ങനല്ല. റമദാനാണെന്ന് കരുതിയിട്ട് ആ വർത്താനം അങ്ങോട്ട് ഒഴിവാക്കിയാൽ ഫർളിൻ്റെ കൂലി ഓൾറെഡി കിട്ടും, പിന്നെ റമദാനെ പരിഗണിച്ച് ഒരു സുന്നത്തിൻ്റെ കൂലി കിട്ടും. അതാണ് പറയുന്നത്. റമദാൻ ആയതുകൊണ്ട് അതെല്ലാം മാറ്റി വെക്കണോ? ഇത് 28-ന് സൈൻതാത്ത പറഞ്ഞതിന് ഇഫ്താർ, 29-ന് കരീംകാക്ക പറഞ്ഞതിന്, പിന്നെ 27-ന് ഉമ്മാമയുടെ അടുത്ത് എപ്പോൾ ഉണ്ട്. ഇതെന്താണ് കഥ? എത്ര കഥ? റമദാൻ എന്ന് പറഞ്ഞാൽ തീന്മേശ നിറയേണ്ട മാസമല്ല. അതാണ് ഹദ്ദാദ് ഇമാം പറഞ്ഞത്, ഓവറായി ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് പലർക്കും റമദാൻ്റെ ഒരു ആത്മീയത കിട്ടാത്തത്, ഒരു രസം, മധുരം കിട്ടാത്തത്. അഥവാ ഇഫ്താറിൻ്റെ സമയത്തുള്ള കടികൾ ഇപ്പം തിന്നാൻ കഴിയുന്നില്ലെങ്കിൽ പിന്തിച്ച് ഇശാ കഴിഞ്ഞിട്ട് തിന്നാം, മാറ്റി വെക്കല്ലോ ചെയ്യും. ശരിക്കും നമ്മളെ പ്ലേറ്റിലുള്ള ഒരു സമൂസ അപ്പുറത്തേക്ക് കൊടുത്താൽ മീസാൻ്റെ തട്ടിൽ അത് വലിയ കനമുണ്ടാവും, ഉഹദ് മലയോളം.
നമ്മൾ തന്നെ നിന്നാ ക്ലോസറ്റിലേക്ക് പോകും, വേറെ പ്രത്യേകിച്ച് മെച്ചൊന്നുമില്ല. ഒന്ന് ഒതുക്കുക, നമ്മളൊന്ന് ഒതുക്കുക, ഒരു ബ്രേക്ക് ഇടുക. മൂന്നാമത്തത് അതാണ്, വയറ് നിറച്ച് ഫുഡ് കഴിക്കുക. നാലാമത്തത് ഹൗഫുൽ ഫഖർ, ദാരിദ്ര്യം പേടി കൊടുക്കും ഇബ്ലീസ് മനുഷ്യന്. ആ ഡോറ് കിട്ടിയാൽ ഭയങ്കര ബേജാറായിരിക്കും മൂപ്പരിക്ക്. മൂപ്പരിക്ക് സ്വതക്ക ചെയ്യാൻ കഴിയില്ല. എന്ത് ചെയ്യുമ്പോഴും മൂപ്പരുടെ കാൽക്കുലേറ്റ് ചെയ്യും. കൊറിയൻ്റെ പൈസ, വാടക, കുട്ടികളുടെ, അപ്പം പിന്നെ ബക്കറ്റിൽ 10 ഇടാം. കണ്ട, ദാരിദ്ര്യം പേടി എങ്ങാനും ഒരാളുടെ കൽബിൽ ഇൻസ്റ്റാളായാൽ, ഇബ്ലീസിന് അത് സാധിച്ചാൽ, അതിനേക്കാൾ വലിയ ആയുധം ഇബ്ലീസിൻ്റെ അടുത്തില്ല എന്ന് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഭയങ്കര ബേജാറാണ്. ഭാര്യ ഗർഭിണിയായാൽ, വീടിൻ്റെ പണി തുടങ്ങിയാൽ ചിലക്ക് ഇത് ഭയങ്കരമായിട്ട് അലട്ടും. അത് ഇബ്ലീസ് ഇട്ട് തരുന്നതാണ്. ശരിക്കും ചില ഭർത്താക്കന്മാർ ആകെ തങ്ങന്മാരും ഉസ്താമാരെ കണ്ടാലും ഭാര്യയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ പറയുന്ന ഒറ്റ നിമിഷം ഭാര്യ ഗർഭിണിയായാലും മാത്രം. അതെന്താ? ഓപ്പറേഷനായ പൈസ പോകും, അത്ര തന്നെ. വേറെ അതിനെ ഭാര്യനോട് നന്ന സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാ കാലത്തും ദ്വാരക്കാൻ പറയുകയും ചെയ്യാം, ദ്വാരക്കുകയും ചെയ്യാലോ. നിങ്ങളെക്കുറിച്ചല്ല പറയണത്, ഈ അമേരിക്ക ഭാഗത്തൊക്കെ ഉള്ള ടീമിനെ കുറിച്ചാണ് പറയണത്. നിങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. നമ്മുടെ സ്വന്തം ടീമല്ലേ. നമുക്കെന്തിനാ ഈ പേടി? എന്തിനാ പേടി? അള്ളയല്ലേ. വായ കീറിയ റബ്ബിന് വായൻ്റെ ഉള്ളിൽ എന്താ കൊണ്ടുവരേണ്ടതെന്ന് അള്ളാഹ്ക്കറിയാം. പിന്നെ നമ്മൾ തന്നെ കുറേ കാര്യം തീരുമാനിക്കുന്നുണ്ടാ. ഇത് സീസൺ ആയിട്ട് ഒന്നും സീസൺ നമ്മൾ തീരുമാനിച്ചല്ലേ അല്ലേ? കടലിൽ ബക്കറ്റ് എടുത്തിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി പോയാലും നമ്മളെ ബക്കറ്റിലെ വെള്ളം എന്നറിയൂ, കടലാന്ന് വിചാരിച്ചിട്ട് എന്തെല്ലോ കളിച്ചു കൂട്ടിയാൽ ആകെ പൊട്ടിച്ചാമ്പലാവും. അതുകൊണ്ടാണ് ചില ആൾ കിഡ്സ്, ജെൻസ്, ലേഡീസ് ഒന്നിച്ച് ഷോപ്പ് തുടങ്ങിയിട്ട് പൊട്ടിയിട്ട് ഗൾഫിലേക്ക് മുങ്ങുന്നത്. ആർത്തിയാണ് അതിൻ്റെ എല്ലാം കാരണം. ദാരിദ്ര്യം വരുമെന്നുള്ള പേടി നമ്മുടെ കൽബിൽ വന്നാലുണ്ടല്ലോ, നമ്മളെ ലൈഫ് തീർന്നു. പിന്നെ ജീവിതത്തിൽ നന്മ ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഭയങ്കര പ്രശ്നം. എന്തിനാ നമ്മൾ പേടിക്കണം? എന്തിനാ? അല്ലില്ലേ നമുക്ക്. ദാനിയേൽ അലൈഹിസ്സലാം, നബിയുല്ലാഹി ദാനിയേൽ അലൈഹിസ്സലാം, അവര് ദീൻ പറഞ്ഞതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. എങ്ങനെ അറസ്റ്റ് ചെയ്തെന്ന് പറയാം? പൊട്ടക്കിണറ്റിൽ അറസ്റ്റ് ചെയ്തു. പൊട്ടക്കിണറ്റിൽ. എന്നിട്ട് ഇവരുടെ ഒരു ആലോചന, ശത്രുക്കളുടെ, എങ്ങനെയാ കൊല്ലേണ്ടത്? ഒരു ഔട്ട്സ്റ്റാൻഡിങ് മർഡർ ആയിരിക്കണം. എങ്ങനെ കൊല്ലുക? വെടിവെച്ച്. ആകെല്ലാം എല്ലാവരും കൊല്ലുന്നതല്ലേ, ബോംബിട്ട ഒന്നും ശരിയാവില്ല. അങ്ങനെ കുറേ രൂപങ്ങൾ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞ് വിശന്നിരിക്കുന്ന 2 സിംഹത്തിനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ കാട്ടിൽ നിന്ന് പിടിച്ചിട്ട് പട്ടിണി കിടുക 2 ദിവസം. എന്നിട്ട് കിണറിലേക്ക് ഈ നബിയുള്ള അടുത്തേക്ക് ഇറക്കുക. എന്നിട്ട് കടിച്ച് തിന്നുന്ന ലൈവായിട്ട് കാണാം. അത് നല്ല ട്രിക്കാണെന്ന് രാജാവിനും ഇഷ്ടമായി. അങ്ങനെ 2 സിംഹത്തിനെ പിടിച്ചു കൊണ്ടുവന്നു. ഈ 2 സിംഹങ്ങളെ പട്ടിണി കിട്ടും. 2 ദിവസം കഴിഞ്ഞിട്ട് കിണറിലേക്ക് ഇറക്കിയപ്പോൾ ഈ നബിയുടെ മുമ്പിൽ ഈ 2 സിംഹവും കരയാൻ തുടങ്ങി. നമ്മളോട് പൊരുത്തപ്പെടണം എന്നേൽക്ക് അഫ്വൻ കരയാൻ തുടങ്ങി. നബിയല്ലേ, ഈ നബിനെ എങ്ങനെ ഇവർ തൊടുക? ഒരു ജീവിക്ക് അത് സാധിക്കുമോ? അപ്പോഴാണ് ഷാമിലുള്ള അർമിയ അലൈഹിസ്സലാമിനോട് അള്ളാഹു ഓർഡർ ഇടുന്നത്, എൻ്റെ ഇന്നാലിന്ന നബി വിഷമത്തിലാണ്, ഫുഡ് അവിടെ എത്തിച്ചു കൊടുക്കണമെന്ന്. കണ്ട, സ്ട്രീറ്റ് നമ്പർ 8 ഒരു വെള്ള പെയിൻ്റ് അടിച്ച് ചിക്കൻ ഷവായും ഡ്രൈ ചിക്കനും അൽഫാം എടുത്തോളൂ. ഓക്കെ, സ്ട്രീറ്റ് ഫുഡ് ആൻഡ് ഡെലിവറി. കണ്ടങ്ങൾ, ഈ അല്ല എന്നെ അമ്മളി അല്ല, ഈ അല്ല എന്നെ അമ്മളി അല്ല, ഈ അല്ല എന്നെ അമ്മളി അല്ല. മോക്ക് 3 അന്വേഷണം വന്നിട്ട് അന്ന് പ്രപ്പോസൽ ക്യാൻസലായാൽ ഭയങ്കര ടെൻഷൻ. എന്താണെന്നറിയില്ല, മോക്ക് കുറച്ച് നിറം കുറവാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എവിടെ നിന്നാണ് നമുക്കൊക്കെ ഇതൊക്കെ കിട്ടിയത്? നമ്മൾ മുഅ്മിനീങ്ങളല്ലേ. ആരെക്കുറിച്ച് നമ്മൾ ഇതൊക്കെ പറയണത്? അല്ല അല്ലേ നമുക്കെല്ലാം കണക്കാക്കുന്നത്? അല്ല സമയമാകുമ്പോൾ എല്ലാം തരൂലേ? ഏതെങ്കിലും ഒന്ന് തരാതിരുന്നതിന്. നമ്മൾ വീട്ടിൽ ഉമ്മാരെ വയറ്റിൽ നിന്ന് വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ആയിട്ട് വന്നതാണോ? ഇപ്പം എന്തെല്ലാം നമുക്ക് തന്നു? ചോദിച്ചേറെക്കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ലേ? എന്തെങ്കിലും ഒന്ന് കിട്ടാത്തുണ്ടെങ്കിൽ അത് കിട്ടാതിരിക്കലായിരിക്കും ഖൈറ്, എന്നതുകൊണ്ടായിരിക്കൂലേ എന്ന് നമ്മൾ കരുതണം എന്നല്ലേ? അല്ലേ? ഗുഹയിലിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖുള്ള എന്ന് പറഞ്ഞല്ലോ, ശത്രുക്കൾ നമ്മളെ ഉപകരണങ്ങൾ ഇട്ടിട്ട് നോക്കൊന്നും വേണ്ട, അവരവരുടെ കാലിലേക്ക് നോക്കിയാൽ നമ്മളെ കാണും നബിയെ. തങ്ങളെന്താ പറഞ്ഞ കാണുകയും ചെയ്യില്ല. കാണുന്നു സിദ്ദീഖുള്ള എന്ന് പറയുമ്പോൾ എന്താ തങ്ങൾ കാണൂല എന്ന് പറയണത്? ഇന്നല്ലാഹ മഅനാ, നമ്മളെ അള്ളാഹ് അങ്ങനെ പകുതിക്കുന്നത് നമ്മളെ കൈവിടൂലല്ലോ. ഓ, ഇന്നല്ലാഹ മഅനാ, നമ്മളെപ്പോ അള്ളിയില്ല മോനെ സിദ്ദീഖ് ഇത്ത പറയണത്. അള്ളിയില്ലേ? നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ ഈ ജീവിക്കുന്നത്. പിന്നെ അള്ളാഹ് നമ്മളെ കൈവിടുമോ? ഇല്ല, അള്ളാഹ് കൈവിടില്ല. മുമ്പിൽ സമുദ്രം, ബേക്കിൽ 10,000 കണക്കിന് ഖിബ്തിയാക്കളുടെ കൂടെ ഫിറഔൻ ശത്രുക്കൾ.
ഒന്നിച്ചുള്ള അനുയായികൾ ടെൻഷൻ വർത്താനം, ബേജാറിന്റെ വർത്താനം. ഇന്നാലെ മുതറക്കൂനി ഇപ്പൊ നമ്മളെ പിടിക്കും. മൂസാ നബി പതറിയോ? കല്ല പിടിക്കൂല. എന്താ? ബേക്കിൽ കാണത്തക്ക വിധത്തിൽ ശത്രുക്കൾ, മുമ്പിൽ സമുദ്രമുണ്ട്, പിന്നെ നമ്മളെ പിടിക്കൂല. എന്താ പറയണത്? ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. ഇത്ര വരെ എത്തിച്ച അള്ളാഹ്ക്ക് അറിയാം ഇനി എങ്ങനെ എത്തിക്കേണ്ടത്. കടൽ, ലോകത്ത് ചരിത്രത്തിൽ യുദ്ധം പ്രഥമമായി 2 കഷ്ണായി കടല്. അള്ളാഹ്ക്ക് അറിയാലോ ഇതെങ്ങനെ കൊണ്ടുപോകേണ്ടത്. തീക്കുണ്ടാരത്തിന്റെ അടുത്ത് പോലും പോകാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ എങ്ങനെ തീയിലിടുമെന്ന് ശത്രുക്കളുടെ ആലോചനയിൽ ഇബ്ലീസ് പറഞ്ഞു കൊടുത്തൊരു ട്രിക്കിൽ വില്ല് നിർമ്മിച്ചിട്ട് ഇബ്രാഹിം നബിയെ അമ്പാക്കി മാറ്റാൻ വേണ്ടി പറയണത്. അമ്പായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീക്കുണ്ടാരത്തിന്റെ തൊട്ട് മീതെ എത്തുമ്പോൾ തീ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് വന്നിട്ട് ചോദിച്ചല്ലോ, എന്തേലും ആവശ്യമുണ്ടോ? സോറി സാർ, ഒന്നും വേണ്ട, ഏൽപ്പിക്കേണ്ടടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. യെസ്, അതാണ് അള്ളാഹ് എന്ന ശക്തി. കണ്ട, ഏൽപ്പിക്കേണ്ടടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഏൽപ്പിക്കേണ്ടടുത്ത് ഏൽപ്പിച്ചു. അള്ള പറഞ്ഞല്ലോ തീനോട്, ബർദൻ, തണുപ്പായാൽ മതി. പിന്നെ ഓവർ തണുപ്പായിട്ട് സെൻട്രൽ AC 16 ചിലപ്പോൾ കഫ് കട്ടൊക്കെ വരും. വേണ്ട, വസലാമൻ അല ഇബ്രാഹിം. ഇബ്രാഹിം നബിക്ക് കംഫർട്ടായ തണുപ്പായാൽ മതി. മതി. ഇബ്രാഹിം നബി തീക്കുണ്ടാരത്തിൽ കത്തിച്ചാമ്പലായി കാണണമെന്ന് വിചാരിച്ച് നമ്രൂദിന്റെ മോള് ഈ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ സ്വർഗത്തിലൊരു സോഫയിലെ സ്വർഗത്തിലൊരു കമീസും ധരിച്ചിട്ട് തസ്ബീഹല്ല ഇബ്രാഹിം നബി തീക്കുണ്ടാരത്തിന്റെ മധ്യത്തിൽ. ബർദൻ വസലാമൻ അല ഇബ്രാഹിം. ഈ അള്ളാഹുവിലുള്ള വിശ്വാസം കുറയുന്നുണ്ട് നമുക്ക് ടെൻഷനും ഈ മൂഡ് ഓഫിൻ്റെ ഇമോജിയും ആത്മഹത്യയെക്കുറിച്ചുള്ള ആലോചനയും എന്നെ കൊണ്ടാവില്ല എന്നുള്ളൊരു തോറ്റോടലൊക്കെ നമുക്ക് സംഭവിക്കുന്നത്. ഇത് ഇബ്ലീസ് ചെയ്യുന്ന ഒരു കാര്യം. ഇബ്ലീസിന്റെ അവസാനത്തെ അസ്ത്രാണത്, അവസാനത്തെ ആയുധം. നീ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് ഈ ഫീൽഡിൽ നിന്നിട്ട് എല്ലാം മുത്താലിമേ എനിക്ക് എന്ത് കിട്ടാൻ, എൻ്റെ ജ്യേഷ്ഠൻ അടിച്ച് പൈസ ഉണ്ടാക്കുമ്പോൾ നീ ഇങ്ങനെ മുത്താലിമായി ജീവിച്ചിട്ട് എനിക്ക് എന്ത് സമ്പാദ്യമാണ് എന്നൊക്കെ പറയുന്ന ആ ആശയത്തിൽ നമ്മൾ വീണ്ടു പോകരുത്. ഖൗഫുൽ ഫഖർ. ഇബ്ലീസിന്റെ 5ാമത്തെ ഒരു കവാടമുണ്ട്. ഗസാലി ഇമാം റഹ്മത്തുള്ളാഹിയിൽ അത് പരിചയപ്പെടുത്തുന്നുണ്ട്. സൂഉല്ലന്നി ബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളോട് മോശം വിചാരം ഉണ്ടാവും. മുഅ്മിനീങ്ങളെ കുറിച്ച് എപ്പോഴും അയാൾ അതിനു വേണ്ടി കളിക്കുന്നതാണ്, ഇയാൾ അതിനു വേണ്ടി, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ ചിന്ത ഇങ്ങനെ മനസ്സിലിട്ട് തരും. ഇത് ഭയങ്കര അപകടം. അപ്പോഴാണ് പിശാച് നമ്മളെ ചതിച്ച് കൊന്ന് ചാമ്പലാക്കുക. അതാണ് കാര്യം. അതിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല.